പ്രഭാതവന്ദനങ്ങൾ. മത്തായി 5:5 ഇപ്രകാരം എഴുതിയിട്ടുണ്ട്: സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നമ്മൾ ദൈവവചനത്തിൽ നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന മോശയെക്കുറിച്ചാണ്. സംഖ്യാപുസ്തകത്തിൽ 12:3 എഴുതിയിട്ടുണ്ട്: ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാളും മോശ അതിസൗമ്യനായിരുന്നുവെന്ന്. എന്നാൽ മോശ അങ്ങനെ ആയിരുന്നില്ല. 40 വർഷക്കാലം ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നു കഴിഞ്ഞപ്പോൾ ഒരു ഈജിപ്ഷ്യനെ കൊന്നിട്ടാണ് പിന്നീട് മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നത്. അത്രമാത്രം വയലൻ്റ് ആയിരുന്ന ഒരു വ്യക്തിയായിരുന്നു മോശ. എന്നാൽ പിന്നീടുള്ള 40 വർഷത്തിൽ കർത്താവ് മോശയെ ട്രാൻസ്ഫോം ചെയ്തു, ആ മീക്ക്നെസ്സിലേക്ക്, ആ സൗമ്യതയിലേക്ക് കൊണ്ടുവന്നു. പുതിയ നിയമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പത്രോസിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഭയങ്കര എടുത്തുചാട്ടക്കാരനായിരുന്നു പത്രോസ്. എന്ത് മനസ്സിൽ തോന്നുന്നു അതുപോലെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് ശേഷം, ആ ഒരു അനുഭവത്തിന് ശേഷം, മോശമായിട്ടുള്ള ഒരു എടുത്തുചാട്ടക്കാരനായിട്ടുള്ള പത്രോസിനെയല്ല നമ്മൾ കാണുന്നത്. പൗലോസിനെ നോക്കുകയാണെങ്കിലോ, പൗലോസ് ആ ഒരു കൺവേർഷന് മുമ്പായിട്ട് നോക്കുകയാണെങ്കിൽ ക്രിസ്തുമാർഗം സ്വീകരിച്ച എല്ലാവരെയും ഉപദ്രവിക്കുവാൻ വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയായിരുന്നു. അത്രമാത്രം വയലൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അദ്ദേഹം തന്നെയാണ് ഗലാത്യർ 5:22-23 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച്, അതിനകത്ത് സൗമ്യതയുണ്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ആരും നമ്മുടെ സ്വഭാവത്തിൽ മീക്ക്നെസ് ആയിട്ടുള്ള, നമ്മുടെ ഓൺ സ്വഭാവത്തിൽ നമ്മളൊരു സൗമ്യതയുള്ള, ഒരുപക്ഷെ നമ്മൾ സൗമ്യതയായിട്ട് പുറത്തുള്ളവർക്ക് തോന്നിയാൽ പോലും നമ്മുടേതായിട്ടുള്ള വഴികളിൽ നമ്മൾ ഉറച്ചു നിൽക്കുന്നവരാണ്. ആ ഒരു വഴിക്ക് എന്തെങ്കിലും ബ്ലോക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ പല രീതിയിൽ അതിനെ പ്രതികരിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ ദേഷ്യത്തോടെ പ്രതികരിക്കും, ചിലർ പ്രതികാരത്തോടെ പ്രതികരിക്കും, ചിലർ അതൊന്നും സാധിക്കാത്തവർ ചിലപ്പം വേദനയോടെ പ്രതികരിക്കും, അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് പ്രതികരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ അതിനെതിരെ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ മീക്ക്നെസ്, യേശുക്രിസ്തുവിൻ്റെ വലിയ സ്വഭാവമായിട്ടുള്ള മീക്ക്നെസ് നമ്മുടെ ഉള്ളിൽ വരാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു പുതിയ ജന്മത്തിൻ്റെ അനുഭവത്തിലൂടെ നമ്മളെ കൊണ്ടുപോയി ക്രിസ്തുവിൻ്റെ ഇമേജാക്കി നമ്മളെ മാറ്റിയെടുക്കും. അപ്പോൾ മാത്രമാണ് ആ ഒരു ക്യാരക്ടർ, വീക്ക്നെസ് എന്നുള്ളൊരു ക്യാരക്ടർ നമ്മളിൽ വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമുക്കിന്ന് ആ ഒരു സ്വഭാവത്തിനായിട്ട്, സൗമ്യതയ്ക്കായിട്ട്, കാരണം ഭൂമിയെ അവകാശമാക്കുന്നവർ സൗമ്യരാണെന്ന് എഴുതിയിട്ടുള്ളത് കൊണ്ട് ആ ഒരു ക്യാരക്ടറിനായിട്ട്, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഫലത്തിനായിട്ട് നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സൗമ്യതയിൽ ആവുവാൻ തക്കവണ്ണം ക്രിസ്തുവിൻ്റെ സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ ഫലമായിട്ടുള്ള ക്രിസ്തുവിൻ്റെ ഒരു ആട്രിബ്യൂട്ടായിട്ടുള്ള സൗമ്യതയിൽ ഞങ്ങളായിത്തീരുവാൻ തക്കവണ്ണമുള്ള കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ പ്രാർത്ഥിക്കുന്നപ്പ, ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നപ്പ. ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ആ ഒരു സ്വഭാവം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കുന്നതിനായിട്ട് നന്ദി. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു. എല്ലാ മാനവും മഹത്വവും എൻ്റെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.